ഞാനെപ്പോഴും പറയാറുണ്ട്, IT ഫീൽഡിൽ വരുന്ന ആൾക്കാർക്ക് എൻട്രിയിൽ നല്ല സാലറി കിട്ടുന്നു, അതുപോലെ തന്നെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജമ്പിങ് നല്ല പാക്കേജിലോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാറുണ്ട്. പഴയ ബാച്ചിലൊക്കെ വന്ന ആൾക്കാർക്ക് 1 ഇയർ 2 ഇയർ 3 ഇയർ എക്സ്പീരിയൻസിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിൽ പലരും ഭയങ്കര ഹൈ പാക്കേജിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് ആരാണെന്ന് വെച്ചാൽ ഷെബിൻ PR. ഷെബിൻ PRന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷാരിഖ് സംസദിൻ്റെ കമ്പനിയാണ്, മാർക്കറ്റ് ഫീൽഡ് എന്ന കമ്പനി എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രേഡിംഗ് ബേസ് ചെയ്തുള്ള ഓൾറെഡി വീഡിയോസ് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഷാരിഖിൻ്റെ കമ്പനിയിൽ അന്ന് ബ്രോ ക്യാമ്പ് കംപ്ലീറ്റ് ഇപ്പോൾ ഇവിടുന്ന് പ്ലേസ്ഡ് ആയി. ഏകദേശം 1.5 വർഷത്തോളം കഴിഞ്ഞ് അന്ന് കയറിയപ്പോൾ തന്നെ ഒരു കുഴപ്പമില്ലാത്തൊരു 5 to 6 ആ റേഞ്ചിൽ LPA കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മോർ ദാൻ 10 LPA, എക്സാക്ട് സാലറി എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല, മോർ ദാൻ 10 LPA നല്ല സാലറിയിലോട്ട് കയറുകയും ചെയ്തിട്ടുള്ള ഷെബിൻ PR ആണെന്ന് എൻ്റെ കൂടെ ഗസ്റ്റ്. അപ്പോൾ ഷെബിൻ PRനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ലൈഫിൽ നടന്നത്, പ്രോഗ്രാമിലോട്ട് വന്ന കാര്യം, അതേപോലെ പ്രോഗ്രാമിൽ കഴിഞ്ഞതിന് ശേഷം ലൈഫ് എങ്ങനെയാണ്, മാർക്കറ്റ് ഫീൽഡ് ലൈഫ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. സോ ഷെബിൻ PR, വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. എങ്ങനെയുണ്ട് ബാംഗ്ലൂർ ലൈഫ്? ബാംഗ്ലൂർ ലൈഫ് ചില്ലാണ്. കൊച്ചി ലൈഫിനേക്കാളും സെറ്റാണ്? കൊച്ചി ലൈഫിനേക്കാളും സെറ്റാണ്. ഓക്കെ. സ്ഥലം എവിടെയായിരുന്നു ശരിക്കും? പാലക്കാട്. പാലക്കാട് നിന്ന് കൊച്ചിയിലെത്തി, കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലെത്തി. ലൈഫ് ഇങ്ങനെ വേറെ ലെവലില് വൈബ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ. ഇനി എന്താ വീട്ടില് കല്യാണമൊക്കെ നോക്കി തുടങ്ങിയ? ഇല്ലല്ല, ഏട്ടന്റെ കല്യാണം കഴിയാണ്ട് അനിയന്റെ കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് അപ്പൊ അത് ഏട്ടന്റെ കല്യാണം ആയിട്ടാണ് നോക്കാൻ? ഏട്ടന്റെ കല്യാണം ഈ ഇയർ ഉണ്ടാവും. അപ്പൊ ഞാൻ സെറ്റ് ആവും. ഞാൻ അങ്ങനെ കല്യാണം നോക്കണില്ല. ഓക്കെ. കുറച്ച് ഗേൾ ഫ്രണ്ട് ഒക്കെ ഉണ്ടോ ബാംഗ്ലൂരിൽ? ഇല്ലില്ല. സത്യം മാത്രമേ വെളിപ്പെടുത്തുന്നത് പറഞ്ഞിട്ടുണ്ട്, അറിയില്ല. ഓക്കെ. അപ്പൊ എങ്ങനെയായിരുന്നു ബ്രോ ക്യാമ്പിലോട്ട് വരുന്നതിന് മുന്നേ എന്താ പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ BC ആണ് പഠിച്ചത്, കോയമ്പത്തൂരായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 6 പേരാണ് ഒരുമിച്ച് ബ്രോ ക്യാമ്പിലേക്ക് വന്നത്. അപ്പൊ 6 ഫ്രണ്ട്സ്, BCA പഠിച്ച 6 ഫ്രണ്ട്സ്? ഞങ്ങൾ ഒരുമിച്ച് 6 പേര് വന്നതാണ്. 6 ഫ്രണ്ട്സ് ഒരുമിച്ച് വന്നിട്ട് നിങ്ങൾ എല്ലാരും ഫുമിഗേഷൻ ഒക്കെ പാസ്സായോ? ഇല്ലില്ല, ഞങ്ങൾ വന്നു. അപ്പൊ ഞങ്ങളുടെ ബാച്ച് മുതലാണ് ഈ മോക്ക് ടെസ്റ്റ് തുടങ്ങുന്നത്. ഫുമിഗേഷന്റെ ഇടയ്ക്കുള്ള 1 വീക്ക് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ്. അപ്പൊ ഞങ്ങളുടെ ബാച്ച് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റത്തെ മോക്ക് ടെസ്റ്റിൽ തന്നെ ഞങ്ങള് കുറച്ചുപേര് ഒന്ന് ആൻസർ ചെയ്താൽ തന്നെ ഞങ്ങൾ നിർത്തി പുറത്തു പോയി. പിന്നെ 1 വീക്ക് കൂടി ഉണ്ടല്ലോ. അപ്പോ അതില് 2 പേര് പറഞ്ഞു ഞങ്ങളില്ല പറഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ കോൺഫിഡൻസും കുറച്ച് ലോ ആവാൻ തുടങ്ങി. ബട്ട് പിന്നെ വന്നതല്ലേ, ഒരു ടെസ്റ്റും കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെയുള്ള 2 ഫ്രണ്ട്സ് ഇന്നായി, ഞാൻ ഇന്നായില്ല അതിൽ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ട്രൈ ചെയ്തു. സെക്കൻഡ് ട്രൈയിലും ഞാൻ ഇന്നായില്ല. രണ്ടാമത്തെ ഫുമിഗേഷനിൽ ഇന്നായില്ല. എന്നിട്ട് ഞാൻ അനഘമാമിൻ്റെ അടുത്ത് ചോദിച്ചു 3ാമത്തെ ട്രൈ എപ്പോഴാണ് ചോദിച്ചു. അപ്പോൾ അനഘമാമി പറഞ്ഞു ഇനി ഒരു ട്രൈ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ മെയിലൊക്കെ അയക്കണം, അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മെയിലൊക്കെ അയച്ചു. അത് കഴിഞ്ഞിട്ടാണ് മാം പറഞ്ഞ് 3ാമത്തെ ഒരു ട്രൈ കൂടിയും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ 3ാമത്തെ ട്രൈയിൽ അതെന്തായാലും ഞാനാണെങ്കിൽ 2ാമത്തെ ട്രൈ ചെയ്യണതിൻ്റെ മുന്നേ തന്നെ വീട്ടിൽ പറഞ്ഞു ഞാൻ ഇന്നായിന്ന്. ഇനി ഇന്നാവാതെ തിരിച്ചു പോകാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് 3ാമത്തിന് വേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ഇന്നായി കിട്ടി. 3ാമത്തെ ഫുമിഗേഷൻ കിട്ടി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ അവസ്ഥ എന്താ? അവരും ഫുമിഗേഷൻ ഇന്നായോ? എത്ര പേര്? 2 പേര് അന്ന് തന്നെ ഇന്നായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളവര് നിർത്തി. മീൻസ് ഞങ്ങൾ ബാക്കി 4 പേരുണ്ട്. അപ്പൊ അതില് 3 പേർക്ക് വേണ്ടാന്നുള്ള ഒരു മൈൻഡായിരുന്നു. അവര് വേറെ കരിയർ സ്വിച്ച് ചെയ്ത് പോകാന്നുള്ള പ്ലാനായിരുന്നു. പിന്നെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനാണെങ്കിൽ വീട്ടിൽ കിട്ടിയെന്ന് പറയുകയും ചെയ്തു. അപ്പൊ എനിക്ക് ഇതന്നെയുള്ളൊരു ഓപ്ഷൻ. സോ ഞാൻ ഇതിലേക്ക് തന്നെ. ഇവിടെ വന്നിട്ട് ഏത് ഫീൽഡിലാണ് പഠിച്ചത്? ഞാൻ ഫ്ലട്ടറാണ് പഠിച്ചത്. ഫ്ലട്ടർ അങ്ങനെ എല്ലാ വീക്കും കംപ്ലീറ്റ് ആയോ? വീക്ക് ബാക്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു? വീക്ക് ബാക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ഒരു ഇതിൽ പോയി, ഒരു ഫ്ലോയിലങ്ങ് പോയി. ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് കുറെ പേര് ഫ്ലട്ടർ എടുക്കരുത് പറഞ്ഞിരുന്നു. ആ ടൈമിൽ റിസോഴ്സസ് കുറവായിരുന്നു. 2 years ബാക്ക് ആണല്ലോ. അപ്പം നമ്മുടെ ചാനലിലും കൂടി ട്യൂട്ടോറിയൽസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറെ പേര് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കെന്തോ മൊബൈൽ ആപ്ലിക്കേഷനോടാണ് താല്പര്യം, ലൈക്ക് വെബിനേക്കാളും. സോ അപ്പോൾ അങ്ങനെ അത് എടുത്തതാണ്. പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ സോർട്ട് ചെയ്ത് പോയത്. അപ്പോൾ അപ്പിക്കാണ് വീഡിയോ വരാൻ തുടങ്ങിയത്. ബട്ട് ഞങ്ങൾ അതിനേക്കാൾ മുന്നേ എത്തി. പിന്നെ വീക്ക് ബാക്സ് വരാൻ തുടങ്ങി. പിന്നെ അന്ന് ട്യൂട്ടോറിയൽ ചെയ്ത ഗൂഗിൾ സാറ് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രോജക്റ്റ് ഒരു
ഫുഡ് ഡെലിവറി ആപ്ലിക്കേഷൻ ആയിരുന്നു. അപ്പോൾ അത് കമ്പൈൻ ചെയ്തിട്ട് ഞാനും എൻ്റെ ബാച്ചിലുള്ള ജസീൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഫ്ലട്ടറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയിൽ ജസീൽ പ്ലേസ്ഡ് ആയി പോയി. അപ്പം ഞാൻ പോസ്റ്റായി. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില സ്ഥലത്ത് ഇന്നായി, ചിലർ പാക്കേജ് കുറഞ്ഞു പറഞ്ഞു. അപ്പോൾ കുറച്ച് ഞാൻ റിജക്ട് ചെയ്തു, ചിലവർ എന്നെ റിജക്ട് ചെയ്തു. പിന്നെ അങ്ങനെ നമ്മുടെ പ്ലേസ്മെന്റ് ടീം അപ്പോഴാണ് തുടങ്ങിയത്. അപ്പോൾ പ്ലേസ്മെന്റ് ടീമിൽ തന്നെ എൻ്റെ റെസ്യൂം അയച്ചിട്ടുണ്ട്, മാർക്കറ്റ് ഫീൽഡ് എന്നൊരു കമ്പനിയിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, 2-3 ദിവസം വെയിറ്റ് ചെയ്തിരുന്നു, ആരും വിളിക്കുന്നുണ്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വിളിക്കണമെന്ന് കണ്ടില്ല പറഞ്ഞു. അപ്പോൾ പ്ലേസ്മെന്റ് ടീമിൽ നിന്ന് അവർ പറഞ്ഞു അവർക്ക് എഞ്ചിനീയേഴ്സിനെ വേണം, അതുകൊണ്ട് ചിലപ്പോൾ വിളിക്കാൻ ചാൻസ് കുറവാണ്, അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് വിളിക്കില്ല എന്ന് വിചാരിച്ചു. ഞാൻ നേരെ ഷാരിഖിന് മെസ്സേജ് അയച്ചു, ലിങ്ക്ഡിനിൽ നേരെ ഡയറക്റ്റ് മെസ്സേജ് അയച്ചു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ ചോദിച്ചിട്ട്. അപ്പോൾ ഷാരിഖ് എനിക്ക് റിപ്ലൈ തന്നു, ലിങ്ക്ഡിൻ റിപ്ലൈ തന്നു, റെസ്യൂം അയക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ റെസ്യൂം അയച്ചു കൊടുത്ത് അടുത്ത ദിവസം വിളിച്ചു. പിന്നെ ഇന്റർവ്യൂ പ്രോസസ് അങ്ങനെ ഇന്നായതാണ്. ശരി, അങ്ങനെ ഡയറക്റ്റ് ലിങ്ക്ഡിനിൽ ഫൗണ്ടർക്ക് മെസ്സേജ് കിട്ടി. ഓക്കെ, കൊള്ളാം. അപ്പോൾ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? സിസ്റ്റം ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയായിരുന്നു റൗണ്ട്സ് ഉണ്ടായിരുന്നത്? 3 rounds ഓഫ് ടെക്നിക്കൽ ആയിരുന്നു. അതിൽ ടെസ്റ്റ് ഒന്നും ചെയ്യിപ്പിച്ചില്ല, ബട്ട് അവര് കോർ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക്സ് ഫ്ലട്ടറിന്റെ ബേസിക്സ് ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാർട്ടിന്റെ ഒക്കെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിൽ കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് മറ്റേ ഊപ്സിന്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലട്ടറിന്റെ റിലേറ്റഡ് കുറവായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഷാരിക്കായിട്ട് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് സാലറി എക്സ്പെക്ടേഷൻ തന്നെ. സാലറി കിട്ടിയോ അതോ കുറവായിരുന്നു എക്സ്പെക്ടേഷൻ, അതോ കൂടുതലായിരുന്നു എക്സ്പെക്ടേഷൻ? എന്തായിരുന്നു? അല്ല, ഞാനൊരു അത്യാവശ്യം ഒരു ഫ്രഷർ വെക്കാവുന്ന രീതിയിലുള്ള ഹൈ എക്സ്പെക്റ്റഡ് വെച്ചിട്ടാണ് ചോദിച്ചത്. അപ്പോ അതെന്നെ എനിക്ക് കിട്ടും ചെയ്തു. അതിൽ ഇങ്ങനെ വലിയ നെഗോഷിയേഷൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ടെക്നിക്കലി സെറ്റ് ആണെന്നുള്ള പ്രൂവ് അവിടെ ചെയ്തതിന്റെ പേരിലായിരിക്കും. അതിന് മുന്നേ അതേ സമയത്ത് വേറെ ഏതെങ്കിലും ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ നമ്മളെ റിജക്ട് ചെയ്യപ്പെട്ട ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നോ? ഞാൻ ഒരു ദിവസം 100 റെസ്യൂം വെച്ച് അയച്ചിട്ടുണ്ടായിരുന്നു ഡെയിലി. അപ്പോൾ ഒരു 20 പേരൊക്കെ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അതിൽ കുറച്ച് പേര് വിളിക്കും. പിന്നെ നമ്മൾ പ്ലേസ്മെന്റ് ടീമിൽ നിന്ന് കുറച്ച് എൻക്വയറീസ് വരാറുണ്ട്. അപ്പോൾ അതിൽ ചില സ്ഥലത്ത് ഇന്നാവും, ബട്ട് അവർ പറയുന്ന പാക്കേജ് വളരെ കുറവാണ്. 15,000 വരെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. 6,000 മാസം. അപ്പൊ അനഘ മാം എൻ്റെ അടുത്ത് പറഞ്ഞു അതിനൊന്നും പോകാൻ നിൽക്കണ്ട, നീ ഇന്റർവ്യൂ ഒറ്റയ്ക്ക് അറ്റൻഡ് ചെയ്യേ വേണ്ട, പ്ലേസ്മെന്റ് ടീമിൽ നിന്ന് തരും, അപ്പൊ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കഴിയാറാവുമ്പോ എല്ലാവരും ഇന്റർവ്യൂ മൂഡിലോട്ട് വരില്ലേ? ബട്ട് പ്രൊജക്ട് കഴിഞ്ഞിട്ടില്ല, ബട്ട് പ്രൊജക്ട് ചെയ്യാനുള്ള മൂഡും ഇല്ല. കാരണം എൻ്റെ ടീമിൽ എല്ലാവരും പ്ലേസ് ആയി പോയി. ആ ബാച്ചിൽ തന്നെ ഞങ്ങളൊരു 3 പേരെ ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ബാഡും കിട്ടുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് നീയായിട്ട് അപ്പൊ ഈ സാലറി കുറഞ്ഞൊക്കെ അങ്ങോട്ട് റിജക്ട് ചെയ്തു അങ്ങോട്ട്. എങ്ങനെയുണ്ട് നമ്മുടെ മാർക്കറ്റ് ഫീൽഡിലെ വർക്ക് എൻവയോൺമെന്റ്? മാർക്കറ്റ് ഫീൽഡ് സെറ്റാണ്. ഇവിടെ ബ്രോക്കാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രത്തോളം സ്ട്രിക്റ്റ് ടൈമിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ഊഹിക്കാം. ഇല്ല, അതൊന്നുമില്ല. എന്താ ലൈഫ് എങ്ങനെയാണ്? എത്ര ടൈമിൽ വരണം, എത്ര ടൈമിൽ പോകണം? ഞാൻ ഫസ്റ്റ് ഡേ പറയാം. ഫസ്റ്റ് ഡേ ഞാൻ ഓഫീസിലേക്ക് പോണത് ഒരു 8:45 ഏർലി മോർണിംഗിലാണ് പോണത്. അപ്പൊ ഞാനിങ്ങനെ എൻ്റെ ലീഡിനെ വിളിച്ചു. അപ്പൊ ആള് വിളിച്ചിട്ട് പറഞ്ഞു ഇത്ര നേരത്തൊന്നും അവിടെ ആരും വരില്ല, ഒരു 11 മണിയാവും വരാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ അവരങ്ങനെ പരിചയപ്പെട്ട് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലായി. പിന്നെ സെറ്റാണ്. അവളങ്ങനെ ബോസ് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. എല്ലാവരും നെയിംസാണ് വിളിക്കുക, എല്ലാവരും ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കുക, വർക്ക് ചെയ്യാൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഹെൽപ്ഫുൾ ആണ് എല്ലാവരും. ഷാരിഖിനൊക്കെ ഡയറക്റ്റ് കാണാറുണ്ടോ? ഓഫീസിൽ വരാറുണ്ടോ ഷാരിഖ്? ഷാരിഖ് ഡെയിലി ഓഫീസിൽ വരും, ഇന്ററാക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ പ്ലാനിങ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ഞങ്ങൾ മീറ്റിംഗ്സ് ഉണ്ടാവാറുണ്ട്. ലൈക്ക് ഈ പുതിയ ന്യൂ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ടൈമിൽ ഷാരിഖ്സ് ഉണ്ടാവും. ശരി. അപ്പോൾ അവിടെ ഷാരിഖിന് CTO എന്ന് പറയുന്നത് സൂരജേട്ടനാണ്. പരിചയം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സൂരജേട്ടനാണ് ഞങ്ങൾ എഞ്ചിനീയേഴ്സിന്റെ ലീഡ്. സൂര്യചേട്ടന്റെ കഴിഞ്ഞിട്ട് സൂര്യചേട്ടൻ ഓക്കെ ആണെങ്കിൽ ഷാരിഖിന്റെ അടുത്തേക്ക് അധികം പോവുള്ളൂ. ലൈക്ക് എഞ്ചിനീയേഴ്സിന്റെ റിലീസ് മൊത്തം സൂര്യചേട്ടന് അത്യാവശ്യം കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, ടെക്നിക്കലി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളാണ്. അതിൽ നമുക്ക് നല്ല ടാർഗറ്റുകൾ, ടൈറ്റ് സ്കെഡ്യൂളുകൾ വരുമോ അതോ വളരെ ടൈറ്റ് ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു? പണ്ട് ഞങ്ങൾ സ്പ്രിന്റിനായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്പ്രിന്റ് 2 weeks ആണ്, അതിന്റെ ഉള്ളിൽ എന്തായാലും റിലീസ് പോകണം. അപ്പോൾ അങ്ങനത്തെ ടൈറ്റ് ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ കുറച്ച് നല്ലോണം വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ വന്ന ടൈമിൽ അങ്ങനെ പറഞ്ഞു തരാനൊന്നും ആളുണ്ടായിരുന്നില്ല. സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഗ്രോ ചെയ്യണം. അപ്പോൾ
അപ്പൊ അതിനൊക്കെ സൂര്യചേട്ടനാണ് കുറെ ഹെൽപ്പ് ചെയ്തത്. ഇനി എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എപ്പോഴും സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ എന്താ വെച്ചാല് നമ്മൾ ഒരു എന്താ ഐഡിയ ഫിഗറിംഗ് ഔട്ടിലായിരിക്കും. അതായത് ആ ഐഡിയ എങ്ങനെ സെറ്റ് ആവുന്ന ആ കണ്ടുപിടുത്തത്തിലായിരിക്കും. ഇന്നുണ്ടാക്കിയ ഫീച്ചേഴ്സ് നാളെ എടുത്ത് ഒഴിവാക്കിയിട്ട് അടുത്ത് വേറെ ചെയ്യാൻ പറയും. അതുണ്ട്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഫീച്ചേഴ്സ് ഒന്നും ഇപ്പൊ ഇല്ല. ഏഹ്. ബട്ട് അത് ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അതങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളെയും ഡെവലപ്മെന്റ് ടീം വരുമ്പോഴേ, അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊക്കെ വേറെ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ അവരായിരിക്കുന്നത് എന്താണ് ഇത്ര റിക്വയർമെന്റ് പറയും, ഇത്ര ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ്. ആ, നമ്മൾ ഇന്നൊരു റിക്വയർമെന്റ് പറയും, നാളെ നമ്മൾ പ്രോഗ്രാം മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും മാറ്റിയപ്പെടുത്തുക. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇവിടെ വരാറുണ്ട്. ബട്ട് അടുത്ത ന്യൂ ഫീച്ചർ വരുമ്പോൾ നമ്മൾ അതെല്ലാം വർക്ക് ചെയ്ത് എല്ലാവരും അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ. ബാംഗ്ലൂർ ആയിപ്പോ ഓഫീസ് എന്താണ് ഭയങ്കര ചില്ല് എൻവയോൺമെന്റ്. ഇവിടെയാണ് തന്നെ ഈവനിങ് ഈ നൈറ്റ് വരെ ഇരിക്കുമോ? എത്ര ടൈമൊക്കെ ഇരിക്കുന്നൊക്കെ എങ്ങനെ? ഇല്ല, അത് ഡിപ്പെൻസ് ആണ്. വർക്ക് ചിലപ്പോൾ നമുക്ക് റിലീസ് അല്ലെങ്കിൽ ക്യൂന് ബിൽഡ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇരിക്കും. അല്ലാത്തപ്പോൾ ഒരു 7-7:30 ഓക്കെ. അതുവരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഫ്രീഡം ഉണ്ട്. ഓക്കെ. അപ്പോൾ വീക്കെൻഡുകൾക്ക് എങ്ങനെ? സാറ്റർഡേ സൺഡേ ഓഫ് ഉണ്ടോ? ഓഫാണ്. സാറ്റർഡേ സൺഡേ ഓഫാണ്. അപ്പൊ എന്താ ആക്ടിവിറ്റീസ് ബാംഗ്ലൂരിൽ? ആക്ടിവിറ്റീസ് പറഞ്ഞാൽ എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വല്ല ഫുട്ബോൾ കളിക്കാനും അങ്ങനെ മൂവീസ് അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് അങ്ങനെ ഉണ്ടാവും. ചില്ല് ചെയ്ത് അല്ലാതെ വേറെ എന്താ നെറ്റ്വർക്കിംഗ് ആക്ടിവിറ്റീസിൽ പോവാറുണ്ടോ? ടെക് ഇവന്റുകൾക്ക് പോവാറുണ്ടോ? ടെക് ഇവന്റ്സിന് പോകാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ. ആ, അങ്ങനെ 1-2 അത്രേ ഓക്കെ. ഉള്ളൂ. ശരി. അപ്പോൾ ഷെബിന് ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴേ ട്രേഡിംഗ് അറിയായിരുന്നു? എന്തായിരുന്നു അവസ്ഥ? ഇല്ലില്ല, എനിക്ക് ട്രേഡിങ് അറിയാണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ. ബട്ട് എങ്ങനെ ഒരു ലൈവ് ട്രേഡ് ചെയ്യാ അതൊന്നും അറിയണ്ടായിരുന്നില്ല. അതൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഓക്കെ. എനിക്ക് വലിയ ഐഡിയ ഇല്ലാത്ത ഫീൽഡാണ്. ആ, ഞാൻ കേട്ടിട്ടുണ്ട് ഇൻട്രാ ട്രേഡ്, മറ്റേ ട്രേഡ്, ഈ ട്രേഡ് എന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഉണ്ട്. ആ. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഓരോന്ന് ബേസിക്സ് ഇങ്ങനെ പഠിച്ച് അതൊരു ഗോളാക്കി വെച്ചിട്ട് അങ്ങനെ പഠിക്കുക ചെയ്തത്. ആ. വെറുതെ നോക്കി കഴിഞ്ഞാൽ കുറെ ഉണ്ടല്ലോ, അങ്ങനെ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അതൊരു ഗോളാക്കി വെച്ച് ഒരു മാസം കൊണ്ട് പഠിക്കണം എന്നുള്ള ഒരു ഇത് വെച്ച് അങ്ങനെ പഠിച്ചതാണ്. പഠിച്ചതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഓഫീസിൽ എല്ലാവർക്കും ട്രേഡിങ് അറിയാം. ആ. അപ്പോൾ ആരടുത്ത് എന്ത് ഡൗട്ട് വെച്ചാലും അത് ക്ലിയർ ചെയ്യും. പിന്നെ അത് പഠിക്കാതെ എനിക്ക് അവിടെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാക്കിയ സിറ്റുവേഷൻ ഒക്കെ വന്നപ്പോൾ ട്രേഡിംഗ് പഠിച്ചു. പഠിച്ചു. അപ്പൊ ട്രേഡിംഗ് ചെയ്യാറുണ്ടോ സ്വന്തമായിട്ട്? ഇല്ല, സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യാറൊന്നുമില്ല. അതിനുള്ള ടൈം അങ്ങനെ കിട്ടാറില്ല. കിട്ടിയിട്ടില്ല. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പരിപാടി ഒന്നുമില്ല ട്രേഡിംഗ്? ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യുന്നുണ്ട് വേറെ സൈഡിൽ കൂടെ. ആ. ബട്ട് ലൈവ് ട്രേഡ്സ് അങ്ങനെ ഡെയിലി ട്രേഡിംഗ് ഒന്നും ചെയ്യാറില്ല. ചെയ്യാറില്ല. ഇപ്പൊ 1.5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യല്ലേ? ആ. 1.5 വർഷമായിട്ട് വർക്ക് ചെയ്തു. എന്തായി? 1 വർഷം കഴിയുമ്പോൾ തന്നെ സാലറി ഹൈക്കിലോട്ടൊക്കെ പോയി. ഈ പറഞ്ഞ ആ, 10+ എബോവ് പാക്കേജിലോട്ടൊക്കെ ഇല്ല, എനിക്ക് 1 വർഷം എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ചെറിയൊരു ഹൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് അത് പ്രൊബേഷൻ കഴിഞ്ഞ ടൈമില്. അപ്പൊ വർക്കിനനുസരിച്ച് തന്നെ അവര് ഇത് ആ. തരും. ഹൈക്ക് തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നവംബറിലാണ് ഹൈക്കിന്റെ ഒരു ടൈം വന്നത്. അപ്പോൾ ആ ഹൈക്കിലാണ് ഇപ്പോൾ കുറച്ച് ലെവലിലേക്ക് എത്തിയത്. കൂടെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ എന്താ അവസ്ഥ? വേറെ കമ്പനീസിൽ വർക്ക് ചെയ്യണ്ടോ? രണ്ടുപേരൊക്കെ കൂടെ ഫുമിഗേഷൻ പാസ്സായി എന്ന് പറഞ്ഞല്ലോ. അവര് ഒരാള് കാലിക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്, 2 പേര് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നു, ഒരാൾ കാലിക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കുറെ റിസർച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ശരിക്ക് സെൽഫ് ലേണിംഗ് എന്നുള്ള സംഭവം ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? എന്താ അവസ്ഥ? നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വന്ന ടൈമിൽ എനിക്ക് ആകെ ഒരു ലീഡ് ഉള്ളൂ, അലൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിയാണെങ്കിൽ പോവാണ്, പുള്ളി വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം ഞാൻ ഓഫീസിലാണ്. എനിക്കാണെങ്കിൽ എപ്പോഴും ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. പുള്ളിക്ക് വേറെ കുറേ ടാസ്ക്സ് ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ കുറേ ടൈമിൽ ഞാൻ അറിയാത്ത കുറേ കാര്യങ്ങൾ അവിടെ എത്തിയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പോഴാണ് മനസ്സിലാവണം. അതിനൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ഇരുന്ന് നോക്ക് തന്നെ, കിട്ടുന്ന വരെ ഇരിക്കുക. പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി സുഖമാണ്, ChatGPT ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. ബട്ട് എന്നാലും ചില പ്ലാറ്റ്ഫോംസ് സ്പെസിഫിക് ആയിട്ടൊക്കെ വർക്ക് വരുന്ന ടൈമിൽ നമ്മളിങ്ങനെ കുറേ നേരം ഇരിക്കണം. കോഡിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നോ? പ്രോഗ്രാമിൽ പോകുമ്പോൾ തന്നെ ഉണ്ടായിരുന്നോ? അത് അവിടെ പോയതിന്റെ ശേഷമാണ് കോഡിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ആയത്? എങ്ങനെയാണ് അതിന്റെ ഒക്കെ ഒരു കോഡിംഗ് സ്റ്റാൻഡേർഡ് സെറ്റ് ആയത്? എനിക്ക് ശരിക്കും മാർക്കറ്റ് ഫീൽഡ് വന്നിട്ട് ശേഷമാണ് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അത് നമ്മൾ ഓരോ PRs ഇടുമ്പോഴും അവിടുന്ന് അവർ റിവ്യൂ ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്താണല്ലോ മെർജ് ചെയ്യുക. അപ്പോൾ ആ ടൈമിൽ തന്നെ കുറെ റിവ്യൂ കമന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. ഇവിടെ എന്റെ കോഡ് റിവ്യൂ ചെയ്യാൻ ഞാൻ തന്നെ അല്ലേ ഉള്ളൂ. ഈ ഗിറ്റബിലേക്ക് നേരെ പുഷ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ കാര്യത്തിൽ കുറെ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ മാറി. അതിന് സെമിനാർസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലീൻ കോഡ് എന്ന് പറഞ്ഞ ബുക്കൊക്കെ വായിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ ആദ്യം ട്രെയിനിങ് സെറ്ററിലായിരുന്നു. ഇപ്പോൾ എന്താണ് ഇനീഷ്യലി കോഴ്സസ് ഞങ്ങൾ സെല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തി, കോഴ്സ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് തന്നെയാണ്. സിംഗിൾ ട്രേഡ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിട്ട് സിംഗിൾ ക്ലിക്ക് ആയിട്ട് യൂസേഴ്സ് തന്നെ ട്രേഡ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതും പോസ് ചെയ്ത് ഇപ്പോൾ ട്രേഡ് ഓട്ടോമേഷൻ ആണ് പുതിയ ഫീച്ചർ ലോഞ്ച് ചെയ്യാൻ പോണു. കുറച്ച് യൂസേഴ്സിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പബ്ലിക്കലി അത് വിട്ടിട്ടില്ല, വിടാൻ പോണുള്ളൂ. കൊള്ളാം. അപ്പോൾ പുതിയ രീതിയിലോട്ട് കിടക്കുകയാണ്. അപ്പൊ ഇനിയും വർക്കുകൾ പുതിയതായിരിക്കും. അതെ.
ഇനി പുതിയ കാര്യം കുറെ കാര്യം പഠിക്കേണ്ടി വരും അല്ലേ? ആപ്പ് മൊത്തത്തിൽ റീഫാക്ടർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് മുതൽ ഫുൾ പണി വരാൻ പോവാണ്. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ട്രേഡിംഗ് ആപ്പ് ഇപ്പൊ സെറോദയുടെ ഒക്കെ ഫൗണ്ടേഴ്സിനെ ഇന്റർവ്യൂസ് ചെയ്യാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ആ അപ്പൊ അവരൊക്കെ പറയുന്നുണ്ട് നാളെ എന്ത് റൂൾ ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല. സെബി നാളെ റൂൾ മാറ്റും, അതെ. പിറ്റേന്ന് വേറെ റൂൾ വെക്കും. ഞങ്ങളും അതിന്റെ ഒരു പേടിയിലാണ് പോണത്. ബട്ട് അതങ്ങനെ തന്നെ. സെബിന്റെ റൂള് എപ്പോ ആണെങ്കിലും മാറ്റാം. ആ ഫൗണ്ടേഷനോട് വെച്ചപ്പോഴേ അടുത്തൊരു വർഷത്തെ പ്ലാൻ പറയാൻ പറഞ്ഞപ്പോൾ ഒരു പറയാണ് സെബി എന്ത് പറയുന്ന ആ പ്ലാനിൽ ഞങ്ങൾ പോകും, അതിനെന്തെങ്കിലും വഴി കണ്ടുപിടിക്കും. അതായത് സെബി ഇന്ന റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് മറികടന്ന് നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടുപിടിക്കാനുള്ള റിസർച്ച് ആയിരിക്കും കൂടുതൽ ഈ ഉണ്ടാവുക. ഓട്ടോമേഷൻ ചെയ്യുന്ന കാര്യത്തിൽ തന്നെ കുറെ റെഗുലേഷൻസ് ഉണ്ട്. ശരിക്കും അങ്ങനെ ഒരൊറ്റ പ്രൊഡക്റ്റിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പാടില്ല. ലൈക്ക് വേറെ യൂസേഴ്സിന്റെ ഇതൊക്കെ വെച്ചിട്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾക്ക് വേറൊരു പ്രൊഡക്റ്റ് വേറെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരെ വന്ന്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ തന്നെ ഒരു ടൂള് ബിൽഡ് ചെയ്ത് ടാപ്പ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ വർക്കിലാണ്. സെബീനെ അനുസരിച്ച് പോവാന്നുള്ള പ്ലാനിൽ അങ്ങനെ പോവാണ്. മനസ്സിലായി. അത് ഞാൻ കാര്യമായിട്ട് അത് ഒരു വലിയൊരു ഡിസ്കഷൻ തന്നെ അതിനെ കുറിച്ച് ഞാൻ കുറെ നേരത്തെ അതിന്റെ ഡിസ്കഷൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഫീൽഡ് വല്ലാതെ അറിയില്ല കേട്ടോ, ഞാൻ ട്രേഡിംഗ് ഫീൽഡൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ ഇന്റർവ്യൂസ് കേട്ടപ്പോഴേ ലീഗൽ ചലഞ്ചസ് കുറെ ഉണ്ടായിരുന്നു. ഒരു 6 months എത്രയോ ഷാരിക്കും സൂര്യചേട്ടനും നല്ല രീതിക്ക് നമ്മളൊക്കെ നമ്മളെ സ്റ്റാർട്ടപ്പ് എടുത്തപ്പോൾ നമുക്ക് എന്താ വെച്ചാല് ട്രെയിനിങ് ആണ്, ആരും നമ്മളെ ചോദ്യം ചെയ്യാനില്ല. നമുക്ക് എന്ത് ഫീച്ചേഴ്സും പുതിയത് ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മള് ട്രെയിനിങ് ഇങ്ങോട്ട് മാറ്റാം അങ്ങോട്ട് മാറ്റാം അതാക്കി ഇതാക്കി എന്തിനും ഫ്രീഡാണ്, ആരും നമ്മള് ചോദ്യം ചെയ്യാനില്ല. പക്ഷെ ഈ ട്രേഡിംഗ് ഫീൽഡിൽ ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. ഒന്നാമത് ഫണ്ട് വെച്ചിട്ടുള്ള മാനേജ്മെന്റ് അതിന് വേറെ റൂൾസ് ഉണ്ട്, ട്രേഡിംഗിന്റെ വേറെ റൂൾസ് ഉണ്ട്. പിന്നെ ലോസ് വന്ന യൂസേഴ്സിന്റെ അടുത്ത് ആൻസർ പറയണം. അങ്ങനത്തെ കുറെ പ്രശ്നമുണ്ട് അല്ലേ, റിസ്കുകൾ കൂടുതലാണ്. റിസ്ക് കൂടുതലാണ്. അപ്പോൾ ശാരീരികമൊക്കെ ആയിട്ട് ആ ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്യുക? അതായത് ഇപ്പോൾ കുറേ വേറെ കമ്പനീസിലെ ഫൗണ്ടേഴ്സുമായിട്ടോ അല്ലെങ്കിൽ വേറെ ട്രേഡിങ്ങിന്റെ വലിയ എക്സ്പേർട്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവാറുണ്ടോ? ട്രാവൽ ചെയ്യേണ്ട ചാൻസ് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഇവന്റിന്? ഞങ്ങൾ വർക്കേഷൻസിന് പോകാറുണ്ട്. പിന്നെ അതല്ലാണ്ട് ഓഫീസിൽ നിന്ന് തന്നെ ഒരു ക്വാർട്ടർലി ട്രിപ്സ് പോകാറുണ്ട്. പിന്നെ അതല്ലാണ്ട് ഇയർലി ഒരു ട്രിപ്പ് പോകാറുണ്ട്. അപ്പോ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ശാരീരികമായിട്ട് തന്നെ എപ്പോഴും ഇന്ററാക്ഷൻസ് നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ഡ്രീമിൽ തന്നെയാണ്. ഇപ്പൊ എല്ലാരും ഒറ്റ ഗോളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഫീച്ചേഴ്സിൽ കുറച്ച് പേര് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ എല്ലാവരും ഒറ്റ ഫീച്ചറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഗോൾ ഒന്നാണ്, വിഷൻ ഒന്നാണ്. അത് വലിയൊരു കാര്യമാണ്. സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോഴേ നിഷായിട്ടുള്ള സമ്പത്തിൽ ഫോക്കസ് ചെയ്യണം നമ്മൾ ഇനീഷ്യലി. ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് ഭയങ്കര ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ. അപ്പോൾ അടുത്ത ഷെബിന്റെ അടുത്ത വലിയ പ്ലാനുകളിൽ ഇവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ പ്രൊഡക്റ്റ് തന്നെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതോ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ല, എനിക്കിപ്പോ ലേണിംഗ് കർവാണ്. അപ്പൊ ആ ലേണിംഗ് കർവ് കഴിയുന്നത് വരെയും പിന്നെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യണത് വരെ ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ലക്ഷ്യം. വലുതാണ് വെച്ചാല് അങ്ങനത്തെ ടീം മെമ്പേഴ്സിന് ഒരു ടീമിൽ കിട്ടുക എന്നുള്ള വലിയ കാര്യമാണ്. വെച്ചാൽ ആ ഒരു ഡ്രീമിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, അല്ലാതെ വെറുതെ നമ്മൾ ആ ഒരു ജോലിയിൽ 1 year കഴിയുമ്പോൾ ചാടാം, 2 year കഴിയുമ്പോൾ ചാടാം. അതിന് പകരം ആ ഒരു പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഡെവലപ്പേഴ്സിനോട് ടീമിൽ കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഗ്രോത്ത് ഭയങ്കരമായിരിക്കും. അപ്പോൾ അത് ഭയങ്കര തന്നെയാണ്. അതിൽ എനിക്ക് തോന്നുന്നത് ഫൗണ്ടേഴ്സിന്റെയും നല്ല കോൺട്രിബ്യൂഷൻ ഉണ്ട്. അവരോടൊക്കെ ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഡ്രീമിലോട്ട് നിങ്ങളോട് ചെല്ലണം, അലൈൻ ചെയ്ത് ചെല്ലണം. അവര് നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന്, നമ്മുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കൊടുക്കുക എന്നുള്ള രീതിക്കും പിന്നെ നമ്മളെ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ. ആസ് ഇൻ IT ഫീൽഡ് നമുക്ക് കുറെ പഠിച്ചുകൊണ്ടേ ഇരിക്കാനാണ്. അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് അവരുടെ നിന്ന് എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇവിടുന്ന് പോകാനുള്ള പ്ലാനൊന്നുമില്ല. ഇവിടെ തന്നെ ഇവരുടെ കൂടെ തന്നെ ഇങ്ങനെ അച്ചീവ് ചെയ്ത് പോകാച്ചിട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ഫീൽഡിലോട്ട് പുതിയതായിട്ട് നമ്മളെ ബ്രോക്യാമെന്ന് ഒരാൾ കണ്ട് വരികയാണെന്ന് ഇരിക്കുക, അവന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താ? അങ്ങനെ ഒരു അഡ്വൈസിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ വരുമ്പോ പണി ഉണ്ടാവും നല്ല രീതിക്ക്. അത് ചെയ്യാം, അത് നല്ല രീതിക്ക് ചെയ്യാ, അത്രേ ഉള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഇവിടെ സെറ്റാണ്, ഒരിക്കലും ഇവിടുന്ന് പോകേണ്ട ഒരു ആവശ്യം വരില്ല. ഇനി ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് പുതുതായിട്ട് ടെക്കിലോട്ട് കിടക്കുന്ന ആൾക്കാർ, BCA കഴിഞ്ഞ് കോഡിങ് എന്താണെന്ന് അറിയാത്ത കുറെ ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? കോഡിങ് പഠിക്കണം അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഇപ്പൊ ശരിക്കും ഷെബിന് ഒരു ലൈഫ് എൻജോയ് തന്നെ ജീവിക്കുകയാണ്, ഹാപ്പിയാണ്, വീട്ടുകാർ ഹാപ്പിയാണ്, സാലറി കൊണ്ടൊക്കെ ഹാപ്പിയാണ്. ഓക്കെ, വീട്ടുകാർ നോക്കുമ്പോ മോൻ സെറ്റായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോനെ കെട്ടിക്കാനായി എന്നുള്ള ഫീലായ? വീട്ടുകാർക്ക് അവരിപ്പോ എന്റെ കാര്യത്തിൽ അത്ര കൺസേൺ അല്ല ഇപ്പൊ. അപ്പൊ അവര് ഹാപ്പിയാണ്, ഞാനും എന്റെ ലൈഫ് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്കും ഇങ്ങനെ വലിയ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ ഈ ലൈഫ് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു, അത് എനിക്കിപ്പോ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ആ രീതി ആ ലെവലിലേക്ക് ഞാൻ എത്തി. സോ ഇനി അതിന്റെ മേലേക്ക് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നെക്സ്റ്റ് 10 വർഷത്തെ അപ്പുറത്തേക്കുള്ള ഒരു ഗോൾ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആഗ്രഹം എന്തെങ്കിലും പറയാൻ പറ്റുമോ? 10 വർഷത്തിന്റെ മേലേക്ക് പറഞ്ഞ വേണ്ട അത്രയും പോണ്ടല്ലേ?
ഒരു 3 to 5 years 5 ഇയേഴ്സിന്റെ അപ്പുറത്തേക്കാണെന്ന് പറഞ്ഞാൽ പുറത്ത് എവിടെയെങ്കിലും പോകണം. റിമോട്ട് ജോബ്സ് ആണ് മാക്സിമം ഞാൻ നോക്കുന്നത്. അതായത് ഇവിടുന്ന് വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഓട്ടോമാറ്റിക്കലി ഇതൊരു യൂണിക്കോൺ ആവണ വരെ ഇതിന് കൂടെ നിൽക്കണം എന്നുള്ളതുണ്ടാവല്ലോ അല്ലേ? അതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 3 to 5 ഇയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ടൈം പറയാൻ പറ്റില്ല, ഫിഗർ ഔട്ട് തന്നെ വേണം. നല്ല ഏകദേശം കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, പിന്നെ അപ്പൊ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ സെമിനാർ അവിടെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. ക്ലീൻ കോഡ് പഠിച്ചു, സെമിനാറൊക്കെ എടുത്തു, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഇന്ററാക്ഷനും അവിടെ ലേണിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ലേണിംഗ് നല്ല രീതിക്ക് ഉണ്ട്. അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് ഏത് കോഴ്സ് വേണമെന്ന് പറഞ്ഞാലും അപ്പൊ തന്നെ അത് എൻറോൾ ചെയ്ത് തരും. മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സെമിനാർ എടുത്തതിന് ഒരു 1 year ഗ്യാപ്പിലാണ്. അപ്പൊ ഞാൻ ചെന്നപ്പോൾ സൂര്യചേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ്, നീ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്, ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാനാണ് ഒരു ഫ്രഷർ എന്ന രീതിയിൽ ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവലിലേക്കുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാന്നുള്ളതാണ്. ഞാൻ ബുക്ക് വായിക്കും, ബട്ട് സെമിനാർ എടുക്കാനുള്ള ഒരു ഫിയർ എനിക്ക് ഉണ്ടായിരുന്നു. ഇത്രയും പേരുടെ മുന്നിൽ ഇവരൊക്കെ എന്നേക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്, ഞാൻ പറയണത് തെറ്റാവോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ദിവസം സൂര്യേട്ടൻ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, നീ ചെയ്തോ, ഇപ്പൊ തന്നെ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തോന്ന് പറഞ്ഞാൽ അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ചെയ്തതാണത്. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്സ് ഉണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനാണല്ലോ അവര്. അത് ചെയ്തപ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ മാർക്കറ്റ് ഫീൽഡിലൂടെ അപ്ലൈ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പർക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? നിങ്ങളെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാണോ? ജോബ് പോർട്ടലുണ്ട്, പിന്നെ ലിങ്ക്ഡിനിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതല്ലാതെ എഞ്ചിനീയർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഫസ്റ്റ് പറയും, ബാക്ക് എൻഡ് ആണെങ്കിൽ ബാക്ക് എൻഡിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും റെഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ആരും റെഫർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. അടുത്ത വലിയ ഹൈറ്റ്സ് മാർക്കറ്റ് ഫീൽഡ് എന്തായാലും ഹിറ്റ് ചെയ്യണം, നമ്മളെല്ലാവരും അറിയും, നമ്മളെന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അറിയുമ്പോൾ എന്തായാലും ഷെബിനും അതിൻ്റെ ഒരു വലിയ എന്താ പറയുക പാട്ടായിട്ട് പോട്ടെ മുന്നോട്ട്. ഇനിയും വലിയ വലിയ ഹൈറ്റ്സിൽ എത്തുമ്പോൾ ഒരു അടുത്തൊരു വർഷമോ 2 വർഷമോ ഒക്കെ കഴിയുമ്പോഴേ, അടുത്തൊരു വർഷമൊക്കെ നമ്മൾ മിക്കവാറും 5000 പ്ലേസ്മെന്റ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഷെബിനോട് ജോയിൻ ചെയ്യണം. ഷെബിന് ഓട്ടോമാറ്റിക്കലി അറിയാം ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള സ്ട്രഗിളും കാര്യങ്ങളും. ഞങ്ങളും അതേമാതിരി ഇവിടെ കുറേ സാധനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു 5000 പ്ലേസ്മെന്റ് ഒക്കെ വലിയ സെലിബ്രേഷനോ അല്ലെങ്കിൽ 2000 3000 സെലിബ്രേഷൻ എന്തെങ്കിലും വെക്കുന്നുണ്ടായി. അപ്പോൾ ആ സമയത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, അതേപോലെ ബ്രോ ക്യാമ്പിൽ നിന്നുള്ള കിട്ടുന്ന സ്ട്രോങ് പ്രൊഫൈൽസുകൾ കമ്പനീസിലോട്ട് മാർക്കറ്റ് ഫീൽഡിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക എന്ന് വേണമെന്ന് വെച്ചാൽ നല്ല കാൻഡിഡേറ്റ്സ് ഇപ്പോഴും പുറത്തുണ്ട്. പക്ഷെ നമ്മൾ പ്രോഗ്രാം ഇങ്ങനെ മെച്ചപ്പെടുത്തി വന്നിട്ടുണ്ട്. അന്ന് വരുമ്പോൾ ബോർഡിംഗ് വീക്ക് ഉണ്ടായിരുന്നു. അന്ന് ബോർഡിംഗ് വീക്സ് സ്റ്റാർട്ട് ചെയ്ത ടൈമാണത്. ഞാൻ ഒരു വട്ടം എന്തോ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, അപ്പോൾ പ്ലേസ്ഡ് ആയി. ബോർഡിംഗ് വീക്സ് അതേമാതിരി ടേക്ക് ഓഫ് ഇന്റർവ്യൂ അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ പുതിയത് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മെച്ചപ്പെട്ട് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട് കുഴപ്പമില്ലാതെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ തരണം ഇഷ്യൂസ് വരും, അപ്പോൾ അടുത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട്. അപ്പോൾ ഞങ്ങളോടുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ 4-ാം മാസം 3-ാം മാസം കുട്ടികൾ ഇവിടുന്ന് ജോലിക്ക് കയറി പോവാ, ഫുള്ള് പ്രോഗ്രാം കംപ്ലീറ്റ് ആവാണ്ട്. ഞാനുണ്ടാവുമ്പോൾ 2 മാസത്തിലൊക്കെ പ്ലേസ് ആയി പോയ ആൾക്കാരുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അവരെ. അപ്പൊ അതാണ് ഞങ്ങളുടെ അടുത്ത് വലിയൊരു ചലഞ്ച്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ സെബിയുടെ റൂൾസ് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇവിടെ വേറെ ആൾക്കാർ ചലഞ്ചസ് ആണ്. അത് എനിക്ക് തോന്നുന്നു ഇതുവരെ ജോബിനൊന്നും പോവാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു ജോബ് കിട്ടുമ്പോൾ ഉള്ള ഒരു ആൻസൈറ്റി ആണത്. ഞാനും അങ്ങനെ പോവാൻ നിന്നാണത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പോണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. കുറഞ്ഞ പാക്കേജ് ആണെങ്കിലും ജോലി ഫസ്റ്റ് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ ഒരാളെ വെച്ച് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് കിട്ടി ക്രാക്ക് ചെയ്തു ഞാൻ അങ്ങനെ പോവാൻ നിന്നതാണ് വേറെ കുറെ സ്ഥലത്തേക്ക്. അപ്പൊ പോണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി എല്ലാരോടും താങ്ക്സ് പറയാണ്. പ്രത്യേകിച്ച് അനഘാമിന്റെ അടുത്ത് കുറെ സ്ഥലത്തിന്റെ അടുത്ത് പോണ്ടാന്ന് പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്കൊന്നിന് കുറച്ചുകൂടി അങ്ങനെ ആ രീതിയിൽ മോട്ടിവേഷൻ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇപ്പൊ ക്ലിയർ ആയിട്ട് ചിലപ്പോൾ ആൾക്കാരെ നിൽക്കുമായിരിക്കും. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണത്. വെച്ചാൽ മുൻകൂട്ടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പോവാ. അപ്പൊ എന്താ വെച്ചാൽ കുറഞ്ഞ പാക്കേജിൽ കയറി പോവാ, നമുക്കും മോശമാണ്. ഇനി വരാൻ പോകുന്നവർക്കും ഈ സാലറി കുറഞ്ഞ ആൾക്കാർ പോകുമ്പോഴേ നമുക്ക് എന്നും സാലറി കൂടിയ ആൾക്കാർ ഇവിടുന്ന് പോയാലേ. ഓൾസോ അങ്ങനെ പോണ കുറെ പേര് ലൈക്ക് ആ കമ്പനി ചിലപ്പോൾ അത്ര വർത്താവില്ല. കുറെ പേർക്ക് എൻ്റെ ഫ്രണ്ട്സിന് തന്നെ 2-3 പേർക്ക് സാലറീസ് ഒന്നും കിട്ടാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. 2-3 മന്ത്സ് കിട്ടിയിട്ടില്ല, ലാസ്റ്റ് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, അങ്ങനത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാനേ പറ്റുള്ളൂ. എന്താ വെച്ചാല് ആ സമയത്ത് ഒരു ജോബ് കിട്ടുമ്പോഴേ, ജോബ് കിട്ടാത്തവർക്ക് ജോബ് കിട്ടുമ്പോൾ പിടിച്ചെടുത്താൽ ഭയങ്കര പാട് തന്നെയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ ഇവിടുന്ന് കുറെ പേര് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ബ്രോ ക്യാമ്പിലാണ് പഠിക്കണത്, നിങ്ങൾ എങ്ങനെയാണ് പോയത്, ഇപ്പോൾ ഇന്റർവ്യൂസ് നോക്കുകയാണ്, കുറെ ഇന്റർവ്യൂസ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഇവരൊന്നും ആ കമ്പനിന് ഒന്ന് റിവ്യൂ ചെയ്യണില്ല. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. ബട്ട് എനിക്ക് അറിയുന്നവരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ കമ്പനീനെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഒരു റിവ്യൂ ഉണ്ടാവില്ല. ലിങ്ക്ഡിനിൽ ചിലപ്പോൾ ഒരു 10 കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 10 എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കമ്പനിയിൽ പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക, അത്രേ പറയുള്ളൂ. കുറച്ച് ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമുക്കും പ്ലേസ്മെന്റ് ടീമിൽ അങ്ങനെ വരാറുണ്ട്, സാലറി കിട്ടിയിട്ടില്ല,
പിന്നെ നമ്മൾ പിന്നെ രണ്ടാമത് പ്ലേസ്മെന്റ് ആക്കി സെറ്റ് ആക്കി കൊടുക്കാറുണ്ട്. 10-30 ആൾക്കാർ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. 1000 പ്ലേസ്മെന്റിൽ എക്സ്ട്രാ അങ്ങനെയും വന്നിട്ടുണ്ട്. എന്തായാലും താർക്കട്ടെ. ഇനി പുതിയ ടെക് പഠിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? പഠിക്കുക, പഠിച്ചതിന് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. വേറെ ഒന്നിനും പോകണ്ട. ഇത്രയും സുഖമുള്ള ഒരു പണി ശരിക്കും പറഞ്ഞാൽ വേറെ ഇല്ല. ബട്ട് ഫസ്റ്റ് ഇനീഷ്യലി ഒരു സ്റ്റെപ്പ് എടുക്കണം, മാത്രം കഷ്ടപ്പെടണം, അത്രേ ഉള്ളൂ. പിന്നെ ലൈഫ് സുഖമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാം. നമ്മുടെ വർക്കിംഗ് അവേഴ്സ് ആണ്. പിന്നെ എന്ത് വേണേലും ചെയ്യാം. നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് വരെ ബിൽഡ് ചെയ്യാം ഈ ഒരു എഡ്യൂക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നമ്മുടെ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. ഇനിയും വലിയ വലിയ ഹൈറ്റ്സിൽ എത്തുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാം. ഓക്കെ. എന്തായാലും എല്ലാ കണക്ഷനും അതുപോലെ ബിൽഡ് ചെയ്യും. പുതിയ പുതിയ ഫൗണ്ടേഴ്സും പുതിയ പുതിയ കമ്പനിയും പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്യട്ടെ. അപ്പോൾ എന്തായാലും ഹൈറ്റ്സ് കീഴടക്കട്ടെ. താങ്ക്സ് ഫോർ കമ്മിങ്. താങ്ക് യു. ഓക്കെ.